நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ഒരു പാടലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കേട്ട് കേൾവിയും ലോകർക്ക് ഇല്ലാത്തോൻ, നാശമറ്റോൻ, ബന്ധുക്കളായി തനിക്കാരുമില്ലാത്ത ദേവൻ, കാതുകൂടാതെ എല്ലാം കേൾക്കുവോൻ, ലോകമെല്ലാം നോക്കി നിൽക്കവേ പാരിൽ വന്ന് എന്നെ താലോലിച്ച് കാണുവാൻ പാടില്ലാത്തത്രയോ കാണിച്ചാരും, കേൾക്കുവാൻ പാടില്ലാത്തതത്രയോ കേൾപ്പിച്ചെന്നെ ജന്മം മേൽ ആവർത്തിക്കാതുള്ള സത്യത്തെ ഓതി എൻ മേനിയെ പുണർന്ന് അനുഗ്രഹിച്ചല്ലോ നാഥ എന്നാണ് പറയുന്നത്. എൻ്റെ മേനിയെ പുണർന്ന് അങ്ങ് അനുഗ്രഹിച്ചു. ജന്മം മേൽ ആവർത്തിക്കാതുള്ള സത്യത്തെ ഓതി. ഇനി ഒരു ജന്മമുണ്ടാകാത്ത തരത്തിൽ എനിക്ക് സത്യത്തെ, അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യ തത്വത്തെ അങ്ങ് എനിക്ക് ഓതിത്തന്നു. അങ്ങനെ ആ സത്യവചനം, സത്യദർശനം ലഭിച്ചതോടുകൂടി അങ്ങ് എന്നെ വാരി പുണരുകയും ചെയ്തു. അപ്പോൾ അങ്ങാണ് എനിക്ക് മഹാവാക്യതത്വം ഉത്ബോധിപ്പിച്ച് തന്നത്. അങ്ങാണ് എന്നെ വാരി പുണർന്ന് ആൾക്കൊണ്ടത്. അങ്ങനെയുള്ള ദേവ, അങ്ങയ്ക്കായിക്കൊണ്ട് ഞാനിതാ നമസ്കാരമർപ്പിക്കുന്നു. കേട്ട് കേൾവിയും ലോകർക്കില്ലാത്തോൻ, അങ്ങയെക്കുറിച്ച് ലോകർക്ക് കേട്ട് കേൾവി ഒന്നുമില്ല. അതായത് അങ്ങയെ പറ്റി പലരും പലതും പറയാറുണ്ട് എങ്കിലും, വാക്കുകൾ കൊണ്ട് പറയാറുണ്ടെങ്കിലും അങ്ങയെ ദർശിച്ചവർ ഈ ലോകത്തിൽ വളരെ കുറച്ച് പേരാണുള്ളത്. കേട്ടുകേൾവിയും ലോകർക്കില്ല. ലോകർക്ക് അങ്ങയെ ദർശിച്ച് ഒരു അനുഭവവുമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കി എന്നെ പൂർണ്ണമായി ആലിംഗനം ചെയ്ത് എന്നെ അനുഗ്രഹിച്ചത്. അങ്ങ് എങ്ങനെയുള്ളവനാണ്? നാശമറ്റോൻ, നാശമില്ലാത്തവനാണ്, എന്നും എന്നും നിലനിൽക്കുന്നവനാണ്. ബന്ധുക്കളായി തനിക്ക് ആരുമില്ലാത്ത ദേവൻ. ശിവഭഗവാന് ബന്ധുക്കളോ മിത്രങ്ങളോ ആരുമില്ല. അദ്ദേഹത്തിന് അദ്ദേഹം മാത്രം, ശിവന് ശിവൻ മാത്രം ആയി നിലകൊള്ളുന്നവൻ. കാതുകൂടാതെ എല്ലാം കേൾക്കുവാൻ, അങ്ങ് കാതില്ലാതെ ശ്രോത്രമില്ലാതെ എല്ലാം കേൾക്കുന്നു. ലോകരെല്ലാം നോക്കി നിൽക്കവേ പാരിൻ വന്ന് എന്നെ താലോലിച്ച് കാണുവാൻ പാടില്ലാത്തത്രയോ കാണിച്ചാരും, കേൾക്കുവാൻ പാടില്ലാത്തത്രയോ കേൾപ്പിച്ചെന്നെ. അപ്പോൾ ലോകരെല്ലാം കാണാത്ത തരത്തിൽ, ലോകരെല്ലാം നോക്കി നിൽക്കവേ, ലോകരെല്ലാം നോക്കി നിൽക്കവേ പാരിൽ അങ്ങ് വന്നിറങ്ങി. എന്നിട്ട് എന്നെ താലോലിച്ച് കാണുവാൻ പാടില്ലാത്ത എത്രയോ കാണിച്ചു തന്നു. കാണുവാൻ പാടില്ലാത്ത കണ്ണുകൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ പറ്റാത്ത മഹാ കാഴ്ചകളാണ് അങ്ങെനിക്ക് കാണിച്ചു തന്നത്. കേൾക്കുവാൻ പാടില്ലാത്ത, ചെവി കൊണ്ട് കേൾക്കുവാൻ പാടില്ലാത്ത മഹാപ്രണവത്തിൻ്റെ നാദധ്വനിയാണ് അങ്ങനെ കേൾപ്പിച്ചത്. അങ്ങനെ ജന്മം മേലെ ആവർത്തിക്കാതുള്ള സത്യത്തെ ഓതി എൻ മേനിയെ പുണർന്ന് അങ്ങ് എന്നെ അനുഗ്രഹിച്ചല്ലോ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. അപ്പോൾ മാണിക്യവാചകർ കിട്ടിയ ആ മഹാവാക്യ തത്വ ഉപദേശം,
അതോടൊപ്പം തന്നെ മാണിക്യവാചകരെ പൂർണ്ണമായി ആലിംഗനം ചെയ്ത അവസ്ഥ. അപ്പോൾ ശിവഭഗവാൻ മാണിക്യവാചകരെ പൂർണ്ണമായി ഉൾക്കൊണ്ടു, എന്നിട്ട് പൂർണ്ണമായി ആലിംഗനം ചെയ്തു. അങ്ങനെ ആലിംഗനം ചെയ്യുകയും മഹാവാക്യതത്വം ഓതിക്കൊടുക്കുകയും ചെയ്ത ആ അത്ഭുതകരമായ ദിവ്യ ദർശനത്തിൻ്റെ അനുഭൂതികളാണ് ഇവിടെ മാണിക്യവാചകർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജനങ്ങൾക്ക്, ലോകർക്കൊന്നും ഒരിക്കലും ഭഗവാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, അങ്ങ് നാശമറ്റവനാണ്, ബന്ധുമിത്രാദികളില്ലാത്തവനാണ്, കാതുകൂടാതെ എല്ലാം കേൾക്കുന്നവനാണ്. ലോകരെല്ലാം നോക്കി നിൽക്കവേ പാരിൽ വന്നെന്നെ താലോലിച്ച് കാണുവാൻ പാടില്ലാത്ത കാര്യങ്ങളെല്ലാം കാണിച്ചു തന്ന, കാണുവാൻ പറ്റാത്ത മഹാസത്യങ്ങൾ അങ്ങെനിക്ക് കാണിച്ചു തന്നു. കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത മഹാസത്യങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് അങ്ങ് എനിക്ക് കാണിച്ചു തന്നു. കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉൾച്ചെവി കൊണ്ട് കേൾക്കാൻ എനിക്ക് അങ്ങയുടെ അനുഗ്രഹത്താൽ കഴിഞ്ഞു. അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, അങ്ങ് എനിക്ക് മഹാവാക്യതത്വം ഓതിത്തന്നു. മാത്രമല്ല അങ്ങ് എന്നെ ആലിംഗനം ചെയ്ത് പൂർണ്ണമായി എന്നെ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നാണ് ഇവിടെ മാണിക്യവാചകസ്വാമി ഈ പദ്യത്തിൽ പറയുന്നത്. ഇത് ശരിക്കും ഉപനിഷത്ത് വാക്കുകൾ തന്നെയാണ് മാണിക്യവാചകർ പറയുന്നത്. പാശുപത ബ്രഹ്മോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തിലെ കുറച്ച് ഭാഗത്തിൻ്റെ മലയാള അർത്ഥം മാത്രം നമുക്ക് നോക്കാം. ശ്രോത്രം ആത്മാവിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് ശ്രോത്രത്തിൻ്റെ ശബ്ദമാണ് കേൾക്കാൻ പറ്റുക. ആത്മാവിൻ്റെ ശബ്ദം ശ്രോത്രത്തിലൂടെ കേൾക്കാൻ കഴിയുന്നു. പിന്നെ പശുപതി തന്നെയാണ് ശ്രോത്രത്തിൽ പ്രവേശിച്ച് അതിന് ശ്രവണശക്തി നൽകുന്നത്. മനസ്സ് ആത്മാവിൽ അത്യസ്തമാണ്. ഈശ്വരൻ അതിൽ പ്രവേശിച്ച് അവിടെ നിലകൊണ്ട് അതിനെ നിയന്ത്രിച്ച് മനസ്തത്വം നൽകുന്നു. ഇതേ പ്രകാരം ആ ഈശ്വരൻ തന്നെയാണ് സകല ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്. എന്നാൽ ആളുകൾ ചിന്തിക്കുന്നതിൽ നിന്നും അദ്ദേഹം ഭിന്നനാണ്. അദ്ദേഹം തന്നെയാണ് സകല ഇന്ദ്രിയങ്ങൾക്കും തദനുകൂലങ്ങളായ രൂപം കൊടുക്കുന്നതും നിയന്ത്രിക്കുന്നതും. അതുകൊണ്ട് നേത്രം, വാണി, മനസ്സ് തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പരമാത്മാവിൻ്റെ സ്വയം ജ്യോതിരൂപത്തെ പ്രാപിക്കാൻ സാധ്യമല്ല. പരമാത്മാവ് അന്ധക്കരണ വിഷയങ്ങളിൽ നിന്നെല്ലാം ഭിന്നനാണെന്നും അതുകൊണ്ട് തർക്കവും പ്രമാണവും കൂടാതെ അതിനെ തൻ്റെ ആത്മാവിൽ അറിയാൻ ശ്രമിക്കണമെന്നും മനസ്സിലാക്കുന്നവന് പരമാത്മജ്ഞാനം ലഭിക്കും. ഈ ആത്മാവ് തന്നെയാണ് പരമപ്രകാശ സ്വരൂപം. മായയാകട്ടെ ഘോരമായ തമോരൂപവുമാണ്. അപ്പോൾ ആത്മാവിൻ്റെ യഥാർത്ഥ പ്രകാശ രൂപത്തെ ഈ പാശുപത ബ്രഹ്മോപനിഷത്ത് നമുക്ക് കാണിച്ചു തരികയാണ്. അതുതന്നെയാണ് ഇവിടെ മാണിക്യവാചകരും പറയുന്നത്. കാണുവാൻ പാടില്ലാത്ത എത്രയോ കാണിച്ചു തരും. അതുപോലെ നോക്കൂ, കാത് കൂടാതെയെല്ലാം കേൾക്കുവാൻ അവസരം ലഭിക്കുന്നു. അപ്പോൾ കാത് കൂടാതെ കേൾക്കുവാനും കണ്ണിൻ്റെ കാഴ്ച കൂടാതെ കാണുവാനുമെല്ലാമുള്ള അനുഗ്രഹം അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് നൽകി. അപ്പോൾ ശിവാനുഗ്രഹം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവിൻ്റെ നിതാന്തമായ നാദധ്വനി കേൾക്കാനും അതിൻ്റെ നാദവീചികളിൽ നിന്നുത്ഭൂതമാകുന്ന പരമസത്യങ്ങൾ എന്തെന്ന് അറിയാനും ഇവിടെ മാണിക്യവാചകർക്ക് കഴിഞ്ഞു. അത്ഭുതകരമായ ശിവാനുഭൂതിയാണിത്. ഈ ശിവാനുഭൂതിയാണ് മാണിക്യവാചകസ്വാമിക്ക് കിട്ടിയത്. അത് അദ്ദേഹം വാക്കുകളിലൂടെ ഇവിടെ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. ജന്മം മേൽ ആവർത്തിക്കാതുള്ള സത്യത്തെ ഓതി
എൻ മേനിയെ പുണർന്ന് അനുഗ്രഹിച്ചല്ലോ നാഥ. അല്ലയോ നാഥ, അങ്ങ് എൻ്റെ മേനിയെ പുണർന്ന് എനിക്ക് അനുഗ്രഹം നൽകിയല്ലോ. അങ്ങയുടെ ആ അനുഗ്രഹാശസ്സുകളിലൂടെ എനിക്ക് കണ്ണുകൊണ്ടല്ലാതെ കാണാൻ കഴിയുകയും ചെവി കൊണ്ടല്ലാതെ കേൾക്കാൻ കഴിയുന്നതുമായ ആ ദിവ്യനാദം, ആ പ്രണവനാദം ശ്രവിക്കാനും അതിൻ്റെ ആന്തരിക ധ്വനി എന്താണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നാണ് മാണിക്യവാചകസ്വാമി ഈ പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഉപനിഷത്ത് വചനം തന്നെയാണ് ഇവിടെ മാണിക്യവാചകസ്വാമി ലളിതമായ അനുഭവത്തിലൂടെ, അനുഭവത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓം ശിവായ നമഃ.